ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? കുറച്ച് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരുന്നു അല്ലേ? നമ്മൾ ബേസിക് റിലേഷൻഷിപ്സ് പഠിച്ചു, പ്രോപ്പർട്ടീസ് പഠിച്ചു, ബേസിക് പ്രോപ്പർട്ടീസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് തമ്മിലുള്ള ആ ഓരോ പ്രോപ്പർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഡിറൈവ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 100% ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ വെയ്റ്റ് ഓഫ് എ ചങ്ക് ഓഫ് മോയിസ്റ്റ് സോയിൽ ഈസ് 0.196 kilonewton and its volume is 0.011 meter cube. വെയ്റ്റ് ഓഫ് എ ചങ്ക് ഓഫ് മോയിസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫീൽഡിൽ നിന്ന് എടുക്കുന്ന സോയിൽ സാമ്പിളാണ്. സോയിൽ സാമ്പിൾ, അതായത് നമ്മൾ ഫീൽഡിൽ നിന്ന് എടുക്കുന്ന സോയിൽ എന്തായാലും എങ്ങനെയായിരിക്കും? ഇൻ മോയിസ്റ്റ് കണ്ടീഷനായിരിക്കും അല്ലേ? അപ്പോൾ അന്നേരം ആ എടുക്കുന്ന സോയിൽ സാമ്പിളിന്, ഫീൽഡിൽ നിന്ന് എടുക്കുന്ന സോയിൽ സാമ്പിളിനെയാണ് ചങ്ക് എന്ന് പറയുന്നത്. ചങ്ക് ഓഫ് മോയിസ്റ്റ് സോയിൽ, അതിൻ്റെ വെയിറ്റ് എത്രയാണ്? നമ്മൾ ഫീൽഡിൽ നിന്ന് എടുത്ത സോയിലിൻ്റെ വെയിറ്റ് എത്രയാണ്? 0.196 kilonewton ആണ്. ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് 0.011 meter cube. വോളിയം എത്രയാണ്? 0.011 meter cube ആണ്. ആഫ്റ്റർ ഡ്രൈയിങ് ഇൻ ദ ഓവൻ ദ വെയ്റ്റ് റെഡ്യൂസസ് ടു 0.162 kilonewton. അപ്പം നമ്മൾ ആദ്യം എടുത്ത സോയിൽ വെയിറ്റ് ചെയ്തു, അതിന് 0.196 kilonewton ആയിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്തു. ഓവൻ ഡ്രൈ ചെയ്ത ശേഷം വെയിറ്റ് അപ്പോൾ എന്തായിരിക്കും? കുറവായിരിക്കും ആദ്യത്തേനേക്കാൾ. കാരണം എന്താ? ഓവൻ ഡ്രൈ ചെയ്യുമ്പോഴേക്കും അതിലെ വാട്ടർ നഷ്ടമാവുന്നു. അപ്പം വാട്ടർ കണ്ടൻറ്റ് ലോസ് ആയി കഴിയുമ്പോഴേക്കും അതിൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് എത്രയായി മാറി? 0.162 kilonewton ആയി. അപ്പോൾ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? വാട്ടർ കണ്ടൻറ്റ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ, ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ അവർ തന്നിട്ടുണ്ട് ജി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ എത്രയായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്? 2.7. അഥവാ വാല്യൂ ഒന്നും തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് 2.7 അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ 2.67 അസ്യൂം ചെയ്യാം. ആ ഒരു റേഞ്ചിൽ വാല്യൂ അസ്യൂം ചെയ്യുക. ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് 10 kilonewton per meter cube. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അവർ തന്നേക്കുന്നത് 10 kilonewton per meter cube എന്നാണ്. അതും വാല്യൂ തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 10 തന്നേക്കുന്ന കാരണം നമുക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? 9.81 kilonewton per meter cube. കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 9.81 kilonewton per meter cube. ഇപ്പോൾ ഇവർ 10 ആയിട്ട് തന്നിരിക്കുന്ന കാരണം നമുക്ക് 10 kilonewton per meter cube തന്നെ ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9.8 വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ 10 അസ്യൂം ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനകത്ത് ആദ്യം എന്താണ്? വെയിറ്റ് ഓഫ് സോയിൽസ്. നമുക്ക് തന്നേക്കുന്ന ഡേറ്റ നമ്മൾ എഴുതുകയാണ്. നമ്മൾ ഗിവൺ ഡേറ്റ എഴുതുകയാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? വെയിറ്റ് ഓഫ് സോയിൽ സാമ്പിൾ തന്നിട്ടുണ്ടല്ലോ. വെയിറ്റ് ഓഫ് ചങ്ക് മോയിസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോയിൽ സാമ്പിൾ ക്യാപിറ്റൽ W ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.196 kilonewton. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വോളിയം ഓഫ് സോയിൽ സാമ്പിൾ. വോളിയം ഓഫ് സോയിൽ സാമ്പിൾ V ഇസ് ഈക്വൽ ടു 0.011 meter cube. ഇനി അടുത്ത എന്താണ്? വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ. ഓവൻ ഡ്രൈ ചെയ്ത ശേഷം കിട്ടുന്ന സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡ്രൈ സോയിലായിരിക്കും. അതിൻ്റെ വെയിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡ്രൈ ആയി കഴിയുമ്പോൾ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? സോളിഡ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WS, വെയിറ്റ് ഓഫ് സോളിഡ്സിന് ഈക്വൽ ആണ് അല്ലേ? ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ അത് സോളിഡ്സ് മാത്രം. അപ്പം വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ WS ഇസ് ഈക്വൽ ടു 0.162 kilonewton. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ G 2.7, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഗാമ W എന്ന് പറയുന്നത് 10 kilonewton per meter cube. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യണം. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ടൈം ചോദിച്ചാലും അതിൻ്റെ ഡെഫിനിഷനും സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ വെച്ച് നമുക്കൊരു ഇക്വേഷൻ അറിയാമായിരിക്കുമല്ലോ. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ കണ്ടൻറ്റ് W ഇസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്
വെയ്റ്റ് ഓഫ് വാട്ടർ ടു വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100 അല്ലേ. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, WW/WS ഇൻറ്റു 100, വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100. ഇതിനകത്ത് നോക്കിക്കേ, നമുക്ക് വെയ്റ്റ് ഓഫ് സോളിഡ്സ് അറിയാം അല്ലേ, വെയ്റ്റ് ഓഫ് ഡ്രൈ സോയിൽ അറിയാം, അതുകൊണ്ട് വെയ്റ്റ് ഓഫ് സോളിഡ്സ് അറിയാം. നമ്മൾക്ക് വെയ്റ്റ് ഓഫ് സോളിഡ്സ് നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 0.162 kN തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താ, നമുക്ക് വെയ്റ്റ് ഓഫ് വാട്ടർ അറിയാവോ? ഇല്ല. വെയ്റ്റ് ഓഫ് വാട്ടർ പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ടോട്ടൽ വാട്ടറോട് കൂടിയ സോയിലിൻ്റെ, മോയിസ്റ്റ് സോയിലിൻ്റെ വെയ്റ്റും അറിയാം, W. വെയ്റ്റ് ഓഫ് സോൾസ്, അതിൽ വാട്ടർ നഷ്ടമായ ശേഷമുള്ള വെയ്റ്റും അറിയാം, WS. അപ്പം നമുക്കിത് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ആദ്യത്തെ വെയ്റ്റിൽ നിന്നും, ടോട്ടൽ വെയ്റ്റിൽ നിന്നും നോക്കിക്കേ, ഈ ഫിഗറിൽ ആദ്യത്തെ മോയിസ്റ്റ് സോയിലിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്ന ഡയഗ്രാം. ഇതിൽ എന്തൊക്കെയുണ്ട്? സോളിഡ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, വോയിഡ്സ് ഉണ്ട്. ഡ്രൈ സോയിൽ എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? വാട്ടർ നഷ്ടമായി, പിന്നെ സോളിഡ്സും വോയിഡ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഈ ഫസ്റ്റ് വെയ്റ്റിൽ നിന്നും, ഈ ഫസ്റ്റ് ഫിഗറിൽ നിന്നും ഈ ഫിഗറിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇതിലുള്ള വാട്ടറിൻ്റെ എമൗണ്ട് കിട്ടില്ലേ? അതാണ്. അപ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. വെയ്റ്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? W, ടോട്ടൽ വെയ്റ്റ് W മൈനസ് WS. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, 0.196 മൈനസ് 0.162. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.034 kN കിട്ടും. ഇതെന്താണ്? W. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വാട്ടർ കണ്ടൻറ്റ് W ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് വാട്ടർ എത്ര കിട്ടി? 0.034 ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ് 0.162 ഇൻറ്റു 100, 21% എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വാട്ടർ കണ്ടൻറ്റ് ആയിരുന്നു. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി അടുത്തത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ അല്ലെങ്കിൽ ബൾക്കി യൂണിറ്റ് വെയ്റ്റ് കണ്ടുപിടിക്കണം. യൂണിറ്റ് വെയ്റ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ അല്ലെങ്കിൽ ബൾക്കി യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? ഗാമ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം അല്ലേ. ബൾക്കി യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ബൾക്കി യൂണിറ്റ് വെയ്റ്റ് തന്നെയാണ് നമ്മൾ വെറുതെ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ചോദിച്ച ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? നമ്മൾ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന സാമ്പിളിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് വെയ്റ്റ് ഓഫ് മോയിസ്റ്റ് സോയിലാണ് ചോദിച്ചേക്കുന്നത്. മോയിസ്റ്റ് സോയിലാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയ്റ്റും ഡെൻസിറ്റിയും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. യൂണിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം. യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ അതിലെന്താണ്? മാസിന് പകരം വെയ്റ്റ് വരുന്നു, വെയ്റ്റ് ബൈ വോളിയം. ഇതാണ് മാസ് യൂണിറ്റ് വെയ്റ്റും ഡെൻസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയ്റ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഗാമ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം. വെയ്റ്റും അറിയാം, വോളിയവും നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടും നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്, വെയ്റ്റും വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.196/0.011 ഇസ് ഈക്വൽ ടു 17.82 kN/m³ എന്ന് കിട്ടും. എല്ലാത്തിൻ്റെയും യൂണിറ്റ്സ് നിങ്ങൾ മറക്കാതെ എഴുതണം. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഗാമ നമുക്ക് ഇക്വേഷനിൽ തന്നെ ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഗാമ എത്രയാണ്? kN/, 17.82 kN/m³. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ട് വാല്യൂസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആണ്. ഡ്രൈ യൂണിറ്റ് വെയ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഗാമ. ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ഗാമ ഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെയ്റ്റ് ഓഫ് വെറുതെ ഗാമ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം, W/V. ഗാമ ഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡ്രൈ വെയ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പം ഡ്രൈ വെയ്റ്റ് WD എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ WD എന്നുള്ളത് 0.162 kN അല്ലേ. ഡ്രൈ വെയ്റ്റ് നമുക്ക് അറിയാമായിരുന്നല്ലോ, WD. അത് തന്നെയാണ് WSും. WD/V 0.162/0.011 14.72 kN/m³ എന്ന് കിട്ടി. ഇനി അടുത്തത് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വോയിഡ് റേഷ്യോ ഈക്കുള്ള ഇക്വേഷൻ എന്താണ്? വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. പക്ഷെ നമുക്കിതിനകത്ത് വോളിയം ഓഫ് വോയിഡ്സ് അറിയാമോ? ഇല്ല. വോളിയം ഓഫ് സോളിഡ്സ് അറിയാമോ? ഇല്ല.
ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുക. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത റിലേഷൻഷിപ്പ് ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഈ വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെ അറിയാമെന്ന് നോക്കുക. നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, SC = WG. അതിനകത്ത് ഈ വരുന്നുണ്ട്, പക്ഷേ അതിനകത്ത് എസ് നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഇയും അറിയത്തില്ല. അപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് അറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത് നോക്കുക, വേറൊരു ഇക്വേഷനാണ് ഏത്, Γ/D = G∑Γ/W/1 + E. ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം, Γ/D അറിയാം, Γ/W അറിയാം, G അറിയാം, E മാത്രമേ നമുക്ക് അൺനോൺ ആയിട്ടുള്ളൂ ഈ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ ഇതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. ഇതിൽ അൺനോൺ ആയിട്ട് ഈ ഇക്വേഷനകത്ത് അൺനോൺ ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ, E മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ E = ഇതിൽ നിന്നും ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. ഇതിനെ അറേഞ്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും, E = G∑Γ/W/Γ/D - 1. ഇതിലെ എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്നതാണ്. G വാല്യൂ എത്രയാണ്, 2.7, Γ/W എത്രയാണ്, 10, Γ/D നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 14.72 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ /14.72 - 1 നമുക്ക് വോയിഡ് റേഷ്യോ E എത്ര കിട്ടും, 0.83 എന്ന് കിട്ടും. അപ്പം നമ്മൾ വോയിഡ് റേഷ്യോ എപ്പോഴും ഡെസിമലിൽ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു വോയിഡ് റേഷ്യോ ഡെസിമലിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ ആൻസറിനെ വേറെ ഒന്നും ചെയ്യാനില്ല. വോയിഡ് റേഷ്യോ E = 0.83. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോറോസിറ്റി. അടുത്തതെന്ന് പറയുന്നത് പോറോസിറ്റി ആണ്. അപ്പം നമ്മൾ പോറോസിറ്റിയുടെ ഡെഫിനിഷൻ എടുത്ത് നോക്കുക. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. അപ്പോൾ നമുക്കിതിൽ വോളിയം ഓഫ് വോയിഡ്സ് അറിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ് പോറോസിറ്റിയും ആ ഒരു റിലേഷൻ വെച്ച് എന്തായാലും ഒരു പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എന്തറിയാം, നമ്മൾ ആദ്യം വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചു ഇല്ലേ. അപ്പോൾ വോയിഡ് റേഷ്യോവും പോറോസിറ്റിയും തമ്മിലുള്ള ഈക്വറ്റ് റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി എളുപ്പമല്ലേ N കണ്ടുപിടിക്കാൻ, പോറോസിറ്റി കണ്ടുപിടിക്കാൻ. പോറോസിറ്റി N = E/1 + E. അപ്പോൾ ഇതിനകത്ത് E നമുക്കറിയാം. അപ്പോൾ അന്നേരം ഈ പോറോസിറ്റി N കണ്ടുപിടിക്കാമല്ലോ. E എത്ര, 0.83 കിട്ടിയിരുന്നു. E/0.83/1 + 0.83, അപ്പോൾ നമുക്ക് 0.45 എന്ന് കിട്ടും. പക്ഷേ പോറോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെസിമലിലാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ല, പോറോസിറ്റി പെർസെൻറ്റേജിലാണ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 0.45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്, 45%. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ളത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ ഇക്വേഷൻ ആദ്യം എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ ഇക്വേഷൻ എന്താ, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വി. അപ്പോൾ എന്തായാലും നമുക്ക് VV അറിയത്തില്ല, VW അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് S വെച്ച് വരുന്ന മറ്റൊരു ഇക്വേഷൻ അറിയാം, എന്താണ്, SC = WG. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം, E അറിയാം, W അറിയാം, G അറിയാം. ഇത് S മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S = WG/E എന്ന് നമുക്ക് ഇതിൽ ഡിറൈവ് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ടർ കണ്ടൻറ്റ് 21% ആണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ കണ്ടൻറ്റ് ഫസ്റ്റ് ഡിറ്റർമിൻ ചെയ്തത് വാട്ടർ കണ്ടൻറ്റ്. അപ്പം നമ്മൾ ഏത് വാല്യൂ ആണെങ്കിലും പെർസെൻറ്റേജിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എപ്പോഴായാലും ഡെസിമലിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 20% ആണെങ്കിൽ 20% അതിൽ ഇടരുത്, 0.20 എന്ന് വേണം ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് മാറില്ലേ. ഇപ്പം നമ്മൾ ഒരു യൂണിറ്റ് kN/m³ ആണെങ്കിൽ
അതിൻ്റെ നോക്കിക്കുക, ആ ഇക്വേഷനകത്ത് നമ്മളൊരു പെർസെൻറ്റേജ് കൂടി ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മളൊരു പെർസെൻറ്റേജ് ആണ് അതിൽ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞു. അപ്പോൾ കിലോ ന്യൂട്ടൺ ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ മീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മാറിപ്പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർസെൻറ്റേജിലല്ല ഏതൊരു ഇക്വേഷനിലാണെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് മാറ്റി ഡെസിമലിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 21% എന്നുള്ള വാട്ടർ കണ്ടൻറ്റിനെ 0.21 ഇൻറ്റു ജി എത്ര 2.7 ഡിവൈഡ് ബൈ 0.83 നമുക്ക് 0.68 എന്ന് കിട്ടും. പക്ഷേ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. ഇൻറ്റു 100 ഉണ്ടല്ലോ, അതെന്തിനാണ് നമ്മൾ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 100 ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0.68 എന്ന് കിട്ടി. അതായത് എത്രയാണ്? 68%. ക്ലിയർ ആയല്ലോ? ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്ത് നമുക്കൊരു സെയിം പ്രോബ്ലം തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെയിറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. വെയിറ്റ് വരുമ്പോൾ എപ്പോഴും എന്താണ്? യൂണിറ്റ് വെയിറ്റ് വരും. പക്ഷേ ഇനി ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ മാസ്സാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാസിൻ്റെ ടേമിലാണ് പറയുന്നത്. നമ്മൾ ഡിറൈവ് ചെയ്ത എല്ലാ ഇക്വേഷൻസും വെയിറ്റിൻ്റെ ടേംസിലാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ ടേംസിനെ എല്ലാം നമുക്ക് മാസിൻ്റെ ടേംസിലും ഡിറൈവ് ചെയ്യാൻ പറ്റും. അവിടെ എന്ത് വ്യത്യാസം വരും? യൂണിറ്റ് വെയിറ്റിന് പകരം എന്ത് വരുന്നു? ഡെൻസിറ്റി വരും. മാസിന് പകരം വെയിറ്റ് വരുമ്പോൾ യൂണിറ്റ് വെയിറ്റിന് പകരം വെയിറ്റിന് പകരം മാസ് വരുമ്പോൾ യൂണിറ്റ് വെയിറ്റിന് പകരം എന്ത് വരുന്നു? ഡെൻസിറ്റി വരുന്നു. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാസ് വെച്ചിട്ട് കൂടി ഒരു പ്രോബ്ലം ചെയ്യാം. സെയിം പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രോബ്ലം ഇനി വായിക്കുന്നില്ല, ഈ വാല്യൂസ് വെച്ച് നമുക്ക് നോക്കാം. ഇതിൽ മാസ് ഓഫ് ചങ്ക് മോയിസ്റ്റ് ഓയിൽ 20 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആകും അല്ലേ. വെയിറ്റ് ആകുമ്പോഴോ കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടൺ ആകും. അതെന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റി ഫോഴ്സ് കാരണം അതിന് കിട്ടുന്ന ആ ഒരു വെയിറ്റ്, അതാണ് ഗ്രാവിറ്റി ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സാണ് വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ ഇന്നിട്ടാണ്. അതായത് കിലോഗ്രാം ആണ്. അതിൽ എന്തുമാത്രം മെറ്റീരിയൽ അല്ലെങ്കിൽ എമൗണ്ട് മാറ്റർ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് മാസ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് വ്യത്യാസമായിരിക്കും. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും വെയിറ്റിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടൺ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലെന്തൊക്കെ തന്നിട്ട്? മാസ് 20 കിലോഗ്രാം തന്നിട്ടുണ്ട്. വോളിയം 0.011 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. ഡ്രൈ ചെയ്ത ശേഷം മാസ് റെഡ്യൂസ് ചെയ്ത് 16.5 കിലോഗ്രാം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. G 2.7 എന്നും തന്നിട്ടുണ്ട്. നേരത്തെ കണ്ടുപിടിച്ച അതേ ടേംസ് അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് നമുക്ക് ഇനിയും ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻസ് മാറ്റി ഒന്ന് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. നോക്കിക്കേ, വെയിറ്റ് മാസ്സാകുന്നു. വെയിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താ? ഡബ്ല്യു എന്തായി മാറുന്നു? മാസ് എം ആകുന്നു. യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ ആണ്. അതെന്തായി മാറുന്നു? കിലോഗ്രാം ആയി മാറുന്നു. ഇനി അതുപോലെ യൂണിറ്റ് വെയിറ്റ് എന്തായി മാറുന്നു? ഡെൻസിറ്റി ആയി മാറുന്നു. അപ്പോൾ യൂണിറ്റ് വെയിറ്റിൽ നമ്മൾ പറയുന്ന ടേംസ് ഗാമ ഉണ്ടായിരുന്നു, ഗാമ ഡി ഉണ്ട്, ഗാമ ഡബ്ല്യു ഉണ്ട്. ഇത് മൂന്നും എന്തായി മാറുന്നു? റോ ഡി, റോ ഡബ്ല്യു എന്ന റെസ്പെക്റ്റീവ്ലി അത് മൂന്നുമായിട്ട് മാറുന്നു. അതുപോലെ യൂണിറ്റ് വെയിറ്റിൻ്റെ എന്തായിരുന്നു? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു. ഇത് എന്ത് മാസ് ആകുമ്പോഴേക്കും എന്തായി മാറുന്നു? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആകുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതി. മാസ് ഓഫ് സോയിൽ സാമ്പിൾ M 20 കിലോഗ്രാം, വോളിയം ഓഫ് സോയിൽ സാമ്പിൾ V 0.011 മീറ്റർ ക്യൂബ്, മാസ് ഓഫ് ഡ്രൈ സോയിൽ MS 16.5 kg. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം എഴുതി. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടില്ല. നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ നേരത്തെ ഇക്വേഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നായിരുന്നു തന്നിരുന്നത്. തന്നില്ലെങ്കിൽ പോലും നമ്മൾ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എഴുതും. ഇവിടെ നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് റോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് വേണ്ടത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 ഗ്രാം പെർ cc, 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഈ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കുക. ഈ വാല്യൂസ് ഒന്നും തരത്തില്ല, എന്തായാലും തരില്ല. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്യണം? ഫസ്റ്റ് വൺ വാട്ടർ കണ്ടൻറ്റ്. W എന്താണ്? നമ്മൾ നേരത്തെ എഴുതി എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഇവിടെ നമ്മൾ എന്ത് എഴുതും? മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100.
അപ്പോൾ മാസ് ഓഫ് വാട്ടർ തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ പോലെ തന്നെ ടോട്ടൽ മാസിൽ നിന്നും മാസ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ ഡ്രൈ മാസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് വാട്ടർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് 3.5 kg. ഇനി ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? 21.21% എന്ന വാല്യൂ കിട്ടി. വാട്ടർ കണ്ടൻറ്റ് 21.21%. ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ളത് ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിൽ അല്ലെങ്കിൽ ബൾക്ക് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചോദിച്ചു? യൂണിറ്റ് വെയിറ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ ചോദിച്ചു. യൂണിറ്റ് വെയിറ്റ് ഓഫ് മോയിസ്റ്റ് സോയിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? വെയിറ്റ് ബൈ വോളിയം. ഇവിടെ അപ്പോൾ എന്തായിരിക്കും? ഡെൻസിറ്റി ചോദിക്കുന്നു. ഡെൻസിറ്റി, ബൾക്ക് ഡെൻസിറ്റി എത്രയാണ്? മാസ് ബൈ വോളിയം. മാസ് നമുക്കറിയാം, വോളിയം അറിയാം. രണ്ട് വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20/0.011 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 1818.18 kg/m³. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് ഡ്രൈ ഡെൻസിറ്റി. മൂന്നാമത്തത് ഡ്രൈ ഡെൻസിറ്റി. അവിടെ നമ്മൾ എന്തായിരുന്നു? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആയിരുന്നു ചോദിച്ചത് അല്ലേ? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഗാമ ഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം എന്ന് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ് ബൈ വോളിയം എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ അല്ലെങ്കിൽ MD എന്ന് എഴുതിയാലും മതി. ഡ്രൈ മാസ് ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ ഡ്രൈ മാസ് നമുക്കറിയാമല്ലോ എത്രയാണ്? 16.5. നമ്മൾ ക്വസ്റ്റിനിൽ നിന്ന് കണ്ടുപിടിച്ചായിരുന്നു. വോളിയം അറിയാം. അപ്പോൾ 1500 kg/m³ എന്നായിരിക്കും ഈ ആൻസർ വരുന്നത്. ഇനി അടുത്തത് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോയ്ക്ക് നമുക്ക് എങ്ങനെയാണ്? അവിടെ നമ്മൾ ഗാമ ഡി വെച്ചിട്ട് ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ WG ഗാമ W/1+E വെച്ചായിരുന്നു കണ്ടുപിടിച്ചത്. ഇവിടെ ഗാമയ്ക്ക് വരെ എന്ത് യൂസ് ചെയ്യുന്ന? റോ ചെയ്യുക. അപ്പോൾ റോ ഡി ഈസ് ഈക്വൽ ടു റോ WG/1+E. അതിൽ നിന്നും ഈക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. G റോ W/റോ D -1 കിട്ടുന്നു. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ 0.8 എന്ന് തന്നെ കിട്ടുന്നു. മനസ്സിലായല്ലോ? അത് ഫസ്റ്റ് പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യുക. നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം കൂടി കാണാതെ പഠിക്കരുത്. യൂണിറ്റ് വെയിറ്റിൻ്റെ ടേംസിൽ തന്നെ നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുക. നമ്മൾ ഡിറൈവ് ചെയ്ത് അതേ ടേംസ് പഠിക്കുക. അതിനുശേഷം മാസ് വെച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഇങ്ങനെ ടേംസ് മാറ്റി മാത്രം കൊടുക്കുക. ഇനി അടുത്തത് പോറോസിറ്റി N. നമുക്ക് E അറിയാം, വോയിഡ് റേഷ്യോ അറിയാമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. N is equal to E/1+E. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് N 0.45 എന്ന് കിട്ടും. പക്ഷേ നമ്മൾ പോറോസിറ്റി ഒരിക്കലും ഡെസിമലിലല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പെർസെൻറ്റേജിലാണ്. അപ്പോൾ 45% എന്ന് കിട്ടും. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. S is equal to WG/E. ഇത് നമുക്കറിയാവുന്ന ഇക്വേഷൻ. S is equal to WG. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും എത്രയാണ്? 71% എന്ന് കിട്ടുന്നു. അപ്പോൾ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ വെയിറ്റ് ഓഫ് എ സോയിൽസ്. നമ്മൾ കുറച്ചുകൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൽ ഡയറക്റ്റ് വാട്ടർ കണ്ടൻറ്റ് എല്ലാം തന്നേക്കുവാണ്. നമ്മൾ നേരത്തെ വാട്ടർ കണ്ടൻറ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്തിരുന്നു. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സാമ്പിൾ, യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സാമ്പിൾ 16 kN/m³. അതായത് എന്താണ്? ഗാമ എന്ന് പറയുന്നത് 16 kN/m³. വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്? 17%. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? G 2.7 തന്നിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും തന്നിട്ടുണ്ട്. ഗാമ W 10 kN/m³ എന്ന്. നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇത്രയും കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം, അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം. പക്ഷെ നമുക്ക് ഡ്രൈ വെയിറ്റും വോളിയം അറിയത്തില്ല അല്ലേ? ഇതിൽ വോളിയം തന്നിട്ടുണ്ടോ ഒരു ക്വസ്റ്റിനകത്ത്? വോളിയം ഡ്രൈ വെയിറ്റും ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇക്വേഷൻ ഏതാണ്? വേറൊരു ഇക്വേഷൻ ഗാമ ഡിയുടെ അറിയാവുന്നത്. ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ/1+W എന്നാണ്. ഇതിൽ ഗാമ ഉണ്ട്, W അറിയാം. അപ്പോൾ പിന്നെ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ /1+W, അതായത് 16/1+0.17 13.67 kN/m³ എന്ന് കിട്ടും. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നേക്കുന്ന ഗിവൻ ഡേറ്റയിൽ നിന്നും ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ ആകെ കുറച്ച് ഇക്വേഷൻസ് 5-6 ഇക്വേഷൻസ് അല്ലേ ഉള്ളൂ. ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പം അതിൽ നിന്ന് മനസ്സിലാവും ഏത് ഇക്വേഷനിലെ ടേംസ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. ഇത് ഡേറ്റ എനിക്കുണ്ട്, അതനുസരിച്ച് ഇക്വേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക.
ഇനി അടുത്തത് വോയിഡ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. വോയിഡ് റേഷ്യോയ്ക്കും ഇക്വേഷൻ ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1+c എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അത് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ അത്രയേ ഉള്ളൂ. ഗാമ ഡി ഉണ്ട്, ഗാമ ഡബ്ല്യു അറിയാം, ഇതിൽ ജി അറിയാം, ഇ മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഇതിൽ നിന്നും നമ്മൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പോയിന്റ് ഇ ഈസ് ഈക്വൽ ടു 0.95 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പം ജി ഗാമ ഡബ്ല്യു ബൈ ഗാമ ഡി -1 എന്നാണ് ഇക്വേഷൻ വരുന്നത്. ജി 2.7, ഗാമ ഡബ്ല്യു 10, ഗാമ ഡി നമ്മൾ കണ്ടുപിടിച്ചു 13.67, അതേ -1 0.95, വോയിഡ് റേഷ്യോ 0.95 എന്ന് കിട്ടുന്നു. ഇനി അടുത്ത പോറോസിറ്റി ചോദിച്ചിട്ടുണ്ട്. പോറോസിറ്റി ഇ അറിയാമെങ്കിൽ പോറോസിറ്റിയുടെ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാമല്ലോ. ഇ എൻ ഇസ് ഈക്വൽ ടു ഇ ബൈ 1+c, അതിനകത്ത് നിന്ന് 48.7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നു. ഇനി ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ജി, അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. 0.17 W 0.17, അതേ ഇൻറ്റു ജി 2.7 ബൈ 0.95, അപ്പോൾ നമുക്ക് 0.48 എന്ന് കിട്ടും. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ 48% എന്നാണ് എഴുതുന്നത്. കാരണം എന്താ, പെർസെൻറ്റേജിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ 48%. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണിത്. അതായത് ഇത്രയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷനിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറച്ചുകൂടി കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അതായത് ഒരു സോയിൽ സാമ്പിളുണ്ട്. സോയിൽ സാമ്പിളിൻ്റെ യൂണിറ്റ് വെയിറ്റ് 20.11 kN/m³ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റും ഡയറക്റ്റ് തന്നേക്കാണ് 15%. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വേറൊരു കണ്ടീഷൻ, ഇഫ് ദ സോയിൽ പാർഷ്യലി ഡ്രൈസ് ടു എ യൂണിറ്റ് വെയിറ്റ്, അതായത് ഇനിഷ്യൽ സ്റ്റേജിലുള്ള ആദ്യത്തെ കേസിലാണ് ഇങ്ങനൊരു കണ്ടീഷൻ, 20.11 യൂണിറ്റ് വെയിറ്റും 15% വാട്ടർ കണ്ടൻറ്റും. പിന്നീട് എന്ത് സംഭവിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പാർഷ്യലി ഡ്രൈ ആയി, കുറച്ച് വാട്ടറൊക്കെ അതിൽ നിന്ന് ലോസ് ആയി, അതായത് പാർഷ്യലി ഡ്രൈ കണ്ടീഷനായി. ആ ഒരു കണ്ടീഷനിൽ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് 19.42 kN/m³ ആണെങ്കിൽ അതിലെ വാട്ടർ കണ്ടൻറ്റ്, രണ്ടാമത്തെ കേസിലെ വാട്ടർ കണ്ടൻറ്റ് എത്രയാണെന്നാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ദ വോയിഡ് റേഷ്യോ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ആദ്യത്തെ കേസിലും അത് മോയിസ്റ്റ് കണ്ടീഷനിൽ ഇരുന്നപ്പോഴും അത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആവാൻ നോക്കി, പാർഷ്യലി ഡ്രൈ ആയ കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ രണ്ട് കേസിലും വോയിഡ് റേഷ്യോ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോയിഡ് റേഷ്യോ സെയിം ആണ്. അപ്പോൾ അന്നേരം നമുക്ക് തന്നേക്കുന്ന ഡേറ്റാസ് ഒന്ന് എഴുതാം. രണ്ട് കേസായിട്ട് നമുക്ക് എഴുതാം. കേസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ പാർഷ്യൽ ഡ്രൈയിങ്ങിന് മുമ്പുള്ള കേസ്, അതായത് ഇനിഷ്യലി നമ്മൾ എടുത്ത കേസും, അതുപോലെ രണ്ടാമത്തെ കേസ് ആഫ്റ്റർ ഡ്രൈയിങ് പാർഷ്യലി എന്നുള്ളതുമാണ്. അപ്പം ബിഫോർ പാർഷ്യൽ ഡ്രൈയിങ് ആദ്യത്തെ നമുക്ക് എന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റ് എത്രയാണ്, 20.11, അത് നമ്മൾ എഴുതി. ഗാമ 1 20.11 kN/m³ എന്ന് എഴുതി. ഇനി അടുത്തത് എന്താ തന്നേക്കുന്നത്, ഗാമ 2 എത്രയാണ്, 19.42 kN/m³. നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ്, വാട്ടർ കണ്ടൻറ്റ് 15%, W1 എത്രയാണ്, 15%, W2 എത്രയാ അറിയത്തില്ല, കണ്ടുപിടിക്കണം. ഇനി അടുത്തത് E1, വോയിഡ് റേഷ്യോ റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോയിഡ് റേഷ്യോ ആദ്യത്തതിൽ E1 ആണെങ്കിൽ രണ്ടാമത്തിലും E1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ട് കേസുണ്ട്. അപ്പോൾ നമുക്കിതിൽ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, രണ്ട് അൺനോൺസ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത്, ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട്, അതായത് കേസ് 1ൽ നിന്നും ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, കേസ് 2ൽ നിന്നും ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസിനെയും കൂടി കമ്പയർ ചെയ്തിട്ട്, ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് രണ്ട് അൺനോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സോൾവ് ചെയ്ത് വാട്ടർ കണ്ടൻറ്റിലേക്ക് എത്തുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് രണ്ട് കേസുണ്ട്, രണ്ട് കേസിലും ഓരോ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക, ആ ഇക്വേഷൻസ് രണ്ടും കൂടെ വെച്ച് സോൾവ് ചെയ്ത് നമുക്ക് ഫൈനൽ ഒരു അൺനോണിലേക്ക് കണ്ടുപിടിക്കുക, അതായത് വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ കേസിൽ അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് എഴുതാം. ഇതിൽ ഉള്ള ടേംസ് ഒക്കെ വെച്ച് വാട്ടർ കണ്ടൻറ്റ് വരുന്നതും വരുന്നതും അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ് ഇത്. ഒന്നാമത് നമ്മൾ SC = WG എന്നുള്ള ഇക്വേഷൻ എഴുതി. പക്ഷേ ആ ഇക്വേഷൻ നോക്കിക്കേ, നമുക്കറിയാവോ? ഇല്ല. W കണ്ടുപിടിക്കണം, അതും അറിയത്തില്ല. ക്യാപിറ്റൽ G നമുക്ക് അറിയത്തില്ല. എസ് അറിയാമോ? അതും അറിയത്തില്ല. അപ്പം ഇതിൽ മെയിനായിട്ടും 3 അൺനോൺസ് ഉണ്ട്. വാട്ടർ കണ്ടൻറ്റ് കൂടാതെ 3 അൺനോൺസ് ഉണ്ട്. പക്ഷേ നമുക്ക് 2 ഇക്വേഷൻസ് അല്ലേ ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും 2 അൺനോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം 2 അൺനോൺസേ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 3 അൺനോൺസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഇക്വേഷൻ ഏതാ നമുക്ക് നോക്കാവുന്നത്? ഗാമ ഡി = G ഗാമ W/1 + E. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? ഗാമ ഡി അറിയാമോ? ഗാമ ഡി അറിയത്തില്ല. G അറിയത്തില്ല. ഗാമ W നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. E കോൺസ്റ്റൻ്റ് ആണെന്നും അറിയാം. പക്ഷേ ഇതിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഗാമ ഡി അറിയത്തില്ല, G അറിയത്തില്ല, E അറിയത്തില്ല. ഈ 3 വാല്യൂസ് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിലെ എല്ലാ വാല്യൂസും എന്താണ്? ഗാമ ഡി = G എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? ഗാമ ഡി = G ഗാമ W/1 + E. ഇതിൽ G എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി സോയിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഗാമ W ഒരു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. 1 + E. ഇയും ഈ കേസിൽ നമ്മൾ ഈ എടുത്തേക്കുന്ന കേസിൽ ഈ പ്രോബ്ലത്തിൽ ഇയും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? ഗാമ ഡി എന്ന് പറയുന്നത് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗാമ ഡിയും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഗാമ ഡി = എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ഗാമ ഡി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് കേസിലെ ഗാമ ഡി എന്ന് പറയുന്നത് സെക്കൻഡ് കേസിലെ ഗാമ ഡിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതായത് ഗാമ D1 = ഗാമ D2 ആണെന്ന് നമുക്ക് എഴുതാം അല്ലേ? ഗാമ D1 = ഗാമ D2. ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. അടുത്ത ഇക്വേഷൻ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ മാത്രമേ പറ്റുകയുള്ളൂ. നമുക്ക് ഇതിൽ നിന്നും വാല്യൂസ് കിട്ടത്തില്ല. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ ഗാമ ഡി = ഗാമ/1 + W എന്നൊരു ഇക്വേഷൻ അറിയാം. അത് നമ്മൾ നമുക്ക് ഇതിനകത്ത് വാല്യൂസ് അറിയാവുന്നതാണ്. ഗാമ ഡി അറിയാം, ഗാമ ഡി അറിയില്ല. ഗാമ D1 ഗാമ D2 ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ അതായത് നമുക്കൊരു നോൺ വാല്യൂ തന്നെയാണത്. പിന്നെ ഗാമ 1 അറിയാം, W അറിയത്തില്ല. ഇനി നമുക്ക് ഓരോ കേസിലും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ ഗാമ D1 = ഗാമ1/1 + W1. അതിനകത്ത് ഗാമ 1 നമുക്കറിയാം 20.11 and 1 + W1. 1 + W1 ഫസ്റ്റ് കേസിലെ വാട്ടർ കണ്ടൻറ്റ് നമുക്കറിയാം അല്ലേ? ഫസ്റ്റ് കേസിലെ വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്? 15% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 0.15% എന്ന് എഴുതി. നമ്മൾ പറഞ്ഞു എപ്പോഴും 15 എഴുതരുത്, പെർസെൻറ്റേജ് വാല്യൂ എഴുതരുത്, ഡെസിമൽ ആക്കിയ ശേഷം എഴുതാം. അപ്പോൾ 20.11/1 + 0.15 എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഗാമ D1 നമുക്ക് 17.48 എന്ന് കിട്ടി. ഈ ഗാമ D1 നമുക്ക് രണ്ടാമത്തെ കേസിലും എഴുതാമല്ലോ. ഗാമ D2 എന്ന് പറഞ്ഞാൽ ഗാമ D1 ഈക്വൽ ആണ്. അപ്പോൾ എന്താ = ഗാമ 2/1 + W2. ഗാമ D2 ആ വാല്യൂ കൊടുക്കുക 17.48 = ഗാമ 2 എത്രയാണ്? 19.42/1 + W2. ഇതിൽ W2 മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.11 എന്ന് കിട്ടും. അതായത് W2 11% എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇത്രയാണ്. താങ്ക് യു.